ഹായ് ഫ്രണ്ട്സ്, നമുക്ക് തിയറി ഓഫ് പേഴ്സണാലിറ്റിയുടെ ബാക്കി പേഴ്സണാലിറ്റി തിയറീസ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആൽഫ്രഡ് ആഡ്ലറിൻ്റെ തിയറി ഓഫ് ഇൻഡിവിജ്വൽ സൈക്കോളജിയും കാൾ യൂങ്ങിൻ്റെ അനലിറ്റിക്കൽ സൈക്കോളജി തിയറീസ്. ഇത് രണ്ടെണ്ണമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ആൽഫ്രഡ് ആഡ്ലറിൻ്റെ ഇൻഡിവിജ്വൽ സൈക്കോളജി. ആൽഫ്രഡ് ആഡ്ലർ ഒരു നിയോ ഫ്രോയിഡിയനാണ്, നമുക്കറിയാം അല്ലേ. അതായത് ഫ്രോയിഡിൻ്റെ തിയറിയെ കുറച്ച് മോഡിഫൈ ചെയ്ത് ഫ്രോയിഡിൻ്റെ ഏതൊക്കെ കേസിലാണോ ഡിസഗ്രി ചെയ്തത് അതിനെ ഒഴിവാക്കി സ്വന്തമായിട്ടൊരു തിയറി ഫോം ചെയ്ത ആളാണ് ആൽഫ്രഡ് ആഡ്ലർ. ആൽഫ്രഡ് ആഡ്ലർ ബിലീവ് ചെയ്ത് എന്താണ്, ഈ കാര്യം ഫ്രോയിഡിൻ്റെ തിയറിയായിട്ട് സെയിം ആണ്. കാര്യം ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ് ഒരാളിൻ്റെ പേഴ്സണാലിറ്റിയെ ഷെയ്പ്പ് ചെയ്യുന്നത് എന്ന് ആഡ്ലർ ബിലീവ് ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, ചൈൽഡ്ഹുഡിൽ നമ്മളൊരു കുട്ടിയെ എൻകറേജ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും അവർ കേപ്പബിൾ ആണ് എന്നൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് അവർക്കൊരു മോട്ടിവേഷൻ കൊടുത്താൽ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അഥവാ നമ്മൾ ആ കുട്ടിയെ ഡിസ്കറേജ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഒരു അൺഹെൽത്തി രീതിയിൽ ഡെവലപ്പ് ചെയ്യും. ഇനി ആഡ്ലർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമുക്കെല്ലാവർക്കും ഒരു സ്ട്രൈവ് ടു ബി ബെറ്റർ, അതായത് നന്നാവാൻ, ഇപ്പോഴെങ്ങനെയാണോ അതിൽ നിന്ന് കൂടുതൽ നന്നാവാനായിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സ്, ഒരു ഇന്നേറ്റ് ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ആ ഫോഴ്സാണ് നമ്മളെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാനായിട്ട് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുകൂടി ആൽഫ്രഡ് ആഡ്ലർ പറഞ്ഞു. ഇനി ആൽഫ്രഡ് ആഡ്ലർ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറഞ്ഞ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് നമുക്ക് നോക്കാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇൻഫീരിയോറിറ്റി ആൻഡ് സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ്. ആഡ്ലർ പറഞ്ഞതനുസരിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് എപ്പോഴും ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഇന്നേറ്റ് ഡ്രൈവ് നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഒരു നോർമൽ കണ്ടീഷനാണ് എന്നാണ് ആഡ്ലർ പറഞ്ഞത്. അതൊരു കുറവല്ല, അതാണ് ഹ്യൂമൻ സ്ട്രൈവിങ്ങിൻ്റെ സോഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഒരു വ്യക്തി അദ്ദേഹം ഏത് ലെവലിലേക്ക് ഉയരണം എന്നുദ്ദേശിച്ചോ ആ ലെവലിലേക്ക് ഉയരാൻ പറ്റാതെ വരുമ്പോൾ ആ വ്യക്തിക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ്. ഇനി ഒരാൾ അദ്ദേഹത്തിന് എവിടെ എത്തണം എന്ന് വിചാരിച്ചോ അവിടെ എത്തുകയും തനിക്ക് എല്ലാം സാധ്യമാണ് എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് വരികയും ചെയ്യുമ്പോൾ ആ വ്യക്തി ഡെവലപ്പ് ചെയ്യുന്നതാണ് സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് സിബ്ലിംഗ് റൈവൽറി. സിബ്ലിംഗ് റൈവൽറി എന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിൽ മൂത്ത ഒരു കുട്ടിയുണ്ട്. അപ്പോൾ രണ്ടാമതൊരു കുഞ്ഞും കൂടി ജനിച്ച് അവരൊരു കളിക്കുന്ന പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ പാരൻസിൻ്റെ അറ്റൻഷന് വേണ്ടിയിട്ടും ലവിന് വേണ്ടിയിട്ടും ഒരു കോമ്പറ്റീഷനുണ്ട്. അപ്പോൾ അവരിൽ ആരാണ് മുന്നിൽ എന്ന് ഇവർ തമ്മിൽ തന്നെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയും അതൊരു ചെറിയൊരു ശത്രുതാ രീതിയിലേക്ക് മാറുകയും ചെയ്യും. അതിനെയാണ് സിബ്ലിംഗ് റൈവൽറി എന്ന് പറയുന്നത്. പിന്നെ ആഡ്ലറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ബർത്ത് ഓർഡർ. ബർത്ത് ഓർഡർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഓർഡർ അനുസരിച്ച് അവരുടെ സ്വഭാവത്തിൽ വരുന്ന ചേഞ്ചസ്, അവർ ആ വീട്ടിലെ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ചേഞ്ചസ് ആണ് അവർക്ക് വരുന്നത് എന്നുകൂടി ആഡ്ലർ പറഞ്ഞു. ആഡ്ലറിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു വീട്ടിലെ എൽഡസ്റ്റ് ചൈൽഡ് അവർ എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കും, കുറച്ചും കൂടി ഒബീഡിയൻ്റ് ആയിരിക്കും, അനുസരണാശീലമുള്ളവരായിരിക്കും, കൂട്ടത്തിൽ കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആയിരിക്കും. അദ്ദേഹം പറഞ്ഞ വേറെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ ഉണ്ട്. അതാണ്, അവരൊരു ലീഡർഷിപ്പ് റോൾ എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അവർ കുറച്ചും കൂടി റിലയബിൾ ആയിരിക്കും. ഇനിഷ്യലി അവർക്ക് പാരൻസിൻ്റെ അൺഡിവൈഡഡ് അറ്റൻഷനാണ് കിട്ടിയത്. പക്ഷേ വേറെ ഒരു കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്കും അവർക്ക് എന്തു പറ്റും, അവർക്ക് കിട്ടുന്നൊരു അറ്റൻഷൻ കുറയും. എന്നാൽ ഇത് അവരെ അധികമായിട്ട് റൂൾ ഫോളോയിങ് ടെൻഡൻസി അവരിലുണ്ടാക്കാൻ സഹായിക്കും എന്നാണ് ആഡ്ലർ പറഞ്ഞത്. ഇനി മിഡിൽ ചൈൽഡ് എപ്പോഴും ഫീൽ ചെയ്യുന്നതാണ് ഒരു സ്ക്വീസ്ഡ് ഓഫ് ഫീലിംഗ്. അതായത് തനിക്ക് മൂത്ത ഒരാളുണ്ട്, ഇളയ വേറൊരാളുണ്ട്, ഇതിൻ്റെ നടുക്ക് ഞെരുങ്ങിപ്പോകുന്നൊരവസ്ഥയാണ് മിഡിൽ ചൈൽഡിൻ്റെ. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അവർ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും, വളരെ ഡിപ്ലോമാറ്റിക് ആയിരിക്കും. ഏറ്റവും വലിയ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സോഷ്യൽ സ്കിൽസ് ഭയങ്കര കൂടുതലായിരിക്കും. അവർ മറ്റുള്ളവരുമായിട്ട് വേഗം ഇടപഴകും, കമ്പനി ആവും, അവർ വളരെ അക്സെപ്റ്റിംഗ് നേച്ചറുള്ളവരായിരിക്കും. പക്ഷേ ഇനി അവർക്ക് പറ്റുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരെപ്പോഴും മൂത്ത കുട്ടിയെ കൊണ്ട് ഓവർ ഷാഡോഡ് ആയിപ്പോവും.
അവരെക്കാട്ടിലും ഇളയ ഒരു കുഞ്ഞിനാണെങ്കിലോ എപ്പോഴും ബേബി സ്റ്റാറ്റസും ആയിരിക്കും. അപ്പോൾ ഇവർക്ക് കാര്യമായിട്ടൊരു കെയറോ അറ്റൻഷനോ ഒന്നും കിട്ടാറില്ല. ഇനി യങ്ങസ്റ്റ് ചൈൽഡാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഒരു ബേബി സ്റ്റാറ്റസ് ആയിരിക്കും. അയ്യോ അവൻ കുഞ്ഞല്ലേ എന്നുള്ളൊരു സ്റ്റാറ്റസ് ആയിരിക്കും എപ്പോഴും. അവർ വളരെ പ്ലേഫുള്ളായിരിക്കും, ചിയർഫുള്ളായിരിക്കും, വളരെ ഔട്ട് ഗോയിങ് ക്യാരക്ടറായിരിക്കും, റിബല്യസ്, കുറച്ചും കൂടെ പാരൻസിനെ എതിർത്ത് സംസാരിക്കാനൊരു ടെൻഡൻസി ഉള്ളവരായിരിക്കും, അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കും, എല്ലാ അറ്റൻഷനും തനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അവർ വളരെ ക്രിയേറ്റീവും ഹ്യൂമറസും ഒക്കെ ആയിരിക്കും. എന്നാൽ എൽഡസ്റ്റ് കുട്ടിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവർ ലെസ് റൂൾ ഫോളോയിങ് ആയിരിക്കും. എന്നാൽ ഇവർക്ക് ഹൈ സെൽഫ് എസ്റ്റീം ആയിരിക്കും. കാര്യം ഇവരെപ്പോഴും ബേബി സ്റ്റാറ്റസും കിട്ടി എല്ലാ അറ്റൻഷനും കിട്ടുന്നത് കൊണ്ട് ഇവർക്ക് സ്വന്തം കഴിവിൽ ഭയങ്കര മതിപ്പായിരിക്കും. അവർക്ക് ഒട്ടും കോമ്പറ്റീറ്റീവ്നെസ്സും ഇല്ല, ആരുമായിട്ടും കമ്പീറ്റ് ചെയ്യാനില്ല, എല്ലാവരുടെയും കുഞ്ഞുവാവ ബേബിയായിട്ട് ഈ കുട്ടി ഇരിക്കും. ഇനി ഓൺലി ചൈൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൺലി ചൈൽഡ് എന്ന് പറഞ്ഞാൽ അവന് കളിക്കാൻ കൂടെ കുട്ടികളില്ല, അവൻ കൂടുതലും അഡൾട്ട്സുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവൻ അഡൾട്ട്സിൻ്റെ കൂടെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇനി ഷെയറിങ് ഹാബിറ്റ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം എല്ലാം സ്വന്തം ഒറ്റയ്ക്ക് ഉപയോഗിച്ച് ശീലിച്ചതുകൊണ്ട് ഷെയറിങ് ഹാബിറ്റ് കുറച്ച് വരാനായിട്ട് പ്രയാസമായിരിക്കും. അവർ വളരെ സെൽഫ് റിലയൻ്റ് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്ന ആൾക്കാരായിരിക്കും, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, കൂടുതൽ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. പക്ഷേ ഇവർക്കുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ മിഡിൽ ചൈൽഡായിട്ട് വളരുന്ന കുട്ടി ഓൾഡസ്റ്റ് ചൈൽഡിൻ്റെ ക്യാരക്ടറായിരിക്കും കാണിക്കുക, അങ്ങനെ അതേ രീതിയിൽ ഡെവലപ്പായി വരും. എന്നാൽ ചില വീട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ച് ആ കുട്ടി യങ്ങസ്റ്റ് ചൈൽഡിൻ്റെ ക്യാരക്ടറും കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്നിലേക്ക് ഈ ഓൺലി ചൈൽഡിൻ്റെ ക്യാരക്ടർ മൂവ് ആവും. അപ്പോൾ അതാണ് ആൽഫ്രഡ് ആഡ്ലറിൻ്റെ തിയറി. ഇനി നമുക്ക് കാൾ യുങ്ങിൻ്റെ തിയറി, അനലിറ്റിക്കൽ സൈക്കോളജി നോക്കാം. ഇത് കുറച്ച് ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പം ഇതിനകത്ത് നോർമലി നമ്മളിപ്പം ഇഗ്നോയുടെയൊക്കെ ടെക്സ്റ്റിൽ കാണുന്ന പോലെയല്ല, ഞാൻ കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാനൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് ഒരുപാട് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒട്ടും ഓർഡറിലല്ലാതെ പല സ്ഥലത്തായിട്ട് ചിന്നിച്ചെതറിയാണ് ഈ കൺസെപ്റ്റ്സ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒന്നിച്ചു കൊണ്ടുവന്ന് പഠിക്കാനായിട്ട് കാൾ യുങ്ങിൻ്റെ തന്നെ നമ്മൾ പല സ്ഥലത്ത് കാണും. അപ്പോൾ ഒരിക്കലും ആ കൺസെപ്റ്റ്സ് നമുക്ക് ഒരു ഫ്ലോയിൽ കിട്ടിയിട്ടില്ല. അപ്പം ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് അത് അങ്ങനെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ആ രീതിയിൽ ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രാ പോയിൻറ്റ്സ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ചാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാൾ യുങ്ങിൻ്റെ തിയറിയിലോട്ട് പോകാം. കാൾ യുങ് എംഫസൈസ് ചെയ്ത ഒരു ഐഡിയയാണ്, നമുക്ക് പല പല കൾച്ചേഴ്സ് നമ്മൾ പഠിക്കണം. എന്തിന്? മനുഷ്യത്വത്തിൻ്റെ, ഹ്യൂമാനിറ്റിയുടെ ഒരു എസൻസ് നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് പഠിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തിയറി, പേഴ്സണാലിറ്റി തിയറിയാണ് നമ്മൾ അനലിറ്റിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി കാൾ യുങ്ങും ഒരു നിയോ ഫ്രോയിഡിയനാണ്. അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്തത് ഫ്രോയിഡിൻ്റെ തിയറിയിൽ നിന്ന് അദ്ദേഹം എടുത്ത ഐഡിയ അൺകോൺഷ്യസ് മോട്ടീവ്സിൻ്റെ കാര്യമാണ്. അങ്ങനെ കാൾ യുങ് പറഞ്ഞ ഒരു സിസ്റ്റം ഓഫ് പേഴ്സണാലിറ്റി, ആ ഒരു വാക്കൊന്ന് നോട്ട് ചെയ്തോളൂ. സിസ്റ്റം ഓഫ് പേഴ്സണാലിറ്റിയിൽ കാൾ യുങ് പറഞ്ഞ 2 ടേംസ് ഉണ്ട്. ഒന്നാണ് പേഴ്സണൽ അൺകോൺഷ്യസ്, 2 കളക്റ്റീവ് അൺകോൺഷ്യസ്. ഈ പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് വെച്ചാൽ ഫ്രോയിഡ് പറഞ്ഞ അതേ അൺകോൺഷ്യസ് തന്നെയാണ്. ഒരു മെറ്റീരിയൽ അത് കോൺഷ്യസ് അവെയർനെസ്സിലായിരുന്നു, അത് നമ്മൾ മറക്കുകയോ സപ്രസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് അൺകോൺഷ്യസിലേക്ക് പോകും. ഇതിനെ അദ്ദേഹം പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞു. ഇനി കളക്റ്റീവ് അൺകോൺഷ്യസ്, ഇതിനൊരു എവല്യൂഷണറി ബാക്ക്ഗ്രൗണ്ടും കൂടി നമുക്ക് പറയാം. കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഹ്യൂമൻസ് എന്ന് എടുക്കുമ്പോൾ നമ്മൾ എവല്യൂഷൻ തൊട്ട് കണക്കാക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസസ്റ്റേഴ്സൊക്കെ കോമൺ ആണ് അല്ലേ. അപ്പോൾ അവരിൽ നിന്ന് അവരുടെ ഇമോഷണൽ എക്സ്പീരിയൻസ് അവർ സപ്രസ് ചെയ്തതും ഒക്കെ അവരുടെ അൺകോൺഷ്യസിൽ പോയി, അങ്ങനെ അത് ക്യാരി ഓവറായി നമ്മുടെ ആൻസസ്റ്റേഴ്സിൻ്റെ അൺകോൺഷ്യസും നമ്മുടെ അൺകോൺഷ്യസിലൊരംശം അതിൻ്റേതുണ്ട്. അതായത് ഹോൾ ഹ്യൂമാനിറ്റിയുടെ അൺകോൺഷ്യസ്, അതിൻ്റെ ഒരു പാർട്ടും നമ്മളിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നതിനെയാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. ഇനി ഈ കളക്റ്റീവ് അൺകോൺഷ്യസിൻ്റെ എലമെൻറ്റ്സിന് അദ്ദേഹം കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. കാൾ യുങ് പറഞ്ഞ കളക്റ്റീവ് അൺകോൺഷ്യസിൻ്റെ എലമെൻറ്റ്സ് ആണ്, അതായത് നമ്മൾ എല്ലാ ഹ്യൂമൻ ബീങ്സും ഷെയർ ചെയ്യുന്ന ഈ കളക്റ്റീവ് അൺകോൺഷ്യസിന് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ എലമെൻറ്റ്സിന് കാൾ യുങ് കൊടുത്ത പേരാണ് ആർക്കിടൈപ്സ്.
ഈ ആർക്ക് ടൈപ്സ് ഏതാണെന്ന് വെച്ചാൽ താഴെ പറയുന്നവയാണ്. ഒന്നത് സെൽഫ്, അത് നമ്മൾ തന്നെ, നമ്മുടെ ഹാർമണി അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ പേഴ്സണാലിറ്റിയുടെ ഇൻ്റഗ്രേഷൻ, അതാണ് ഈ സെൽഫ്, നമ്മുടെ ഓൺ ഐഡൻറ്റിറ്റി. രണ്ടാമത്തെ ആർക്കിടൈപ്പാണ് പേഴ്സോണ. പേഴ്സോണ എന്നാൽ നമ്മുടെ ഒരു ഇമേജ് നമ്മൾ പുറമേ ഉള്ളവരെ കാണിക്കുമല്ലോ, പുറമേ ഉള്ളവർക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഇതാണ് ഞാൻ എന്നുള്ളൊരു ഇമേജ്, അതാണ് പേഴ്സോണ. നമ്മൾ പേഴ്സണാലിറ്റിയുടെ ഡെഫിനേഷനൊക്കെ പറഞ്ഞു അല്ലേ, ഒരു മാസ്ക്. പേഴ്സോണ എന്ന വാക്കിൻ്റെ അർത്ഥം തിയേറ്ററിക്കൽ പ്ലേയിൽ അവരൊക്കെ വെയർ ചെയ്യുന്ന മാസ്കിനെയാണ് പേഴ്സോണ എന്ന് പറയുന്നത്. നമ്മളെങ്ങനെയാണെന്ന് നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്നു, അതാണ് പേഴ്സോണ. ഇനി അനിമസ്, ഇത് നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, അവിടെ ഒന്ന് ശ്രദ്ധിക്കാം. അനിമ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കുള്ളിലെ ഫെമിനിൻ സൈഡ്, അവർക്കുള്ളിലെ ഒരു ഫെമിനിൻ ആയിട്ടുള്ളൊരു വശം, അതിനെയാണ് അനിമ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാം അല്ലേ, പുരുഷന്മാരിലും ഫെമിനിൻ സൈഡുണ്ട്, സ്ത്രീകളിൽ മാസ്കുലിൻ സൈഡും ഉണ്ട്. അതിൽ പുരുഷന്മാരിലെ ഫെമിനിൻ സൈഡാണ് അനിമ, സ്ത്രീകളിലെ മാസ്കുലിൻ സൈഡാണ് അനിമസ്. ഇതാണ് അനിമസ് ആർക്കിടൈപ്പ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു ആർക്കിടൈപ്പാണ് ഷാഡോ എന്ന് പറയുന്നത് ഡാർക്ക് സൈഡ് ഓഫ് പേഴ്സണാലിറ്റി. നമ്മുടെ പ്രിമിറ്റീവായിട്ടുള്ള അനിമൽ ഇൻസ്റ്റിങ്ക്ട്സ് ഒക്കെ നമ്മളിലുള്ളത് ഈ ഷാഡോ ആർക്കിടൈപ്പിലാണ്. ഇനി നമുക്ക് കാൾ യുങ്ങിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് നോക്കാം. സിസ്റ്റം ഓഫ് പേഴ്സണാലിറ്റി നമ്മൾ നോക്കി, പേഴ്സണൽ ആൻഡ് കളക്റ്റീവ് അൺകോൺഷ്യസ്. ഇനി അദ്ദേഹം പറഞ്ഞ കുറച്ച് കൺസെപ്റ്റ്സ്. ലിബിഡോ എന്ന് പറയുന്നത് നമ്മൾ ജനറലി സെക്ഷൽ എനർജിയാണ് പറയുന്നത്. പക്ഷേ കാൾ യുങ് പറഞ്ഞ ലിബിഡോ എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് സൈക്കിക് എനർജി, അതിനെയാണ് അദ്ദേഹം ലിബിഡോ എന്ന് പറഞ്ഞത്. സൈക്കി എന്നുള്ളത് കാൾ യുങ് പേഴ്സണാലിറ്റിയെ പറഞ്ഞ പേരാണ് സൈക്കി. ഇനി അദ്ദേഹം പറഞ്ഞ ഈഗോ എന്താണ്? നമ്മുടെ പേഴ്സണാലിറ്റിയുടെ കോൺഷ്യസ് പാർട്ട്, അതിനെ അദ്ദേഹം ഈഗോ എന്ന് വിളിച്ചു. ഇനി ആറ്റിറ്റ്യൂഡ്, നമ്മളെല്ലാം മുമ്പേ പഠിച്ചിട്ടുണ്ട് അല്ലേ. കാൾ യുങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ക്ലാസിഫിക്കേഷനാണ്, അദ്ദേഹമാണ് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് ക്ലാസിഫൈ ചെയ്തത് മനുഷ്യരെ. അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് അതും. പിന്നെ പേഴ്സണാലിറ്റി ടൈപ്പിലോട്ടൊക്കെ എങ്ങനെ കാൾ യുങ്ങിൻ്റെ ടൈപ്സ് വന്നു എന്നൊക്കെ ഉള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ആറ്റിറ്റ്യൂഡ് മുതലുള്ളത് കണക്റ്റഡ് ആണ് ബാക്കിയെല്ലാം. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഈ ലിബിഡോ, അതായത് ആ സൈക്കിക് എനർജി നമുക്ക് രണ്ട് രീതിയിൽ ചാനൽ ചെയ്യാം. ഒന്ന്, അത് നമുക്ക് എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിലേക്ക് ചാനൽ ചെയ്യാം നമ്മുടെ സൈക്കിക് എനർജി. രണ്ട്, നമ്മളുടെ തന്നെ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റിലേക്ക് ചാനൽ ചെയ്യാം. അങ്ങനെ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിലേക്ക് ചാനൽ ചെയ്യുന്നവർ എന്ത് ചെയ്യും? അവർ കൂടുതൽ സോഷ്യലാവും, കൂടുതൽ ആൾക്കാരുമായി മിങ്കിൾ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവരാണ് എക്സ്ട്രോവേർട്സ്. അതായത് സൈക്കിക് എനർജി എക്സ്റ്റേണലി ചാനൽ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് എക്സ്ട്രോവേർട്സ്. ഇനി സൈക്കിക് എനർജി ഇൻറ്റേർണലി ചാനൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇൻട്രോവേർട്സ്. ഇനി അതുമായിട്ട് കണക്റ്റഡാണ് അടുത്തത് സൈക്കോളജിക്കൽ ഫങ്ഷൻ. അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സൈക്കോളജിക്കൽ ഫങ്ഷനാണ്. സൈക്കോളജിക്കൽ ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? കാൾ യുങ് ആൾക്കാരെ ശരി ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തു. പക്ഷേ അദ്ദേഹം നോക്കിയപ്പോൾ എല്ലാ ഇൻട്രോവേർട്ട്സും ഒരുപോലെയാണ്. അവർക്കൊരു ബേസിക് ക്യാരക്ടറുണ്ട്. അവർ ഉൾവലിഞ്ഞ്, അതായത് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, സോഷ്യൽ അറ്റ്മോസ്ഫിയേഴ്സ് ഇഷ്ടമുള്ളവരായിരിക്കില്ല. അങ്ങനത്തെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷനിലെ കാറ്റഗറി നമുക്ക് അവർക്ക് കൊടുക്കാം. പക്ഷേ എല്ലാവരുടെയും ഇൻഡിവിജ്വൽ സ്വഭാവം ഒരുപോലെയാണോ? അല്ല. അതുമാതിരി തന്നെ എക്സ്ട്രോവേർട്സ്, പല ലെവലിൽ എക്സ്ട്രാവേർഷൻ കാണിക്കുന്നവരുണ്ട്. ഭയങ്കര എന്താണ് ലൈഫ് ഓഫ് എ പാർട്ടി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ സോഷ്യൽ ഗ്യാതറിങ്ങിൽ പോകാൻ കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരിൽ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ഇൻട്രോവേർട്സിൽ തന്നെ പല ലെവൽ ഓഫ് ഇൻട്രോവേർഷൻ ഉണ്ട്, എക്സ്ട്രോവേർട്സിൽ തന്നെ പല ലെവൽ ഓഫ് എക്സ്ട്രോവേർഷൻ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയൊരു ഡിഫറൻസസ് അവർക്കിടയിൽ തന്നെ ഉള്ളതുകൊണ്ട് അദ്ദേഹം 4 ഫങ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തു, സൈക്കോളജിക്കൽ ഫങ്ഷൻസ്. അതാണ് സെൻസിങ്, ഇൻറ്റ്യൂറ്റിങ്, തിങ്കിങ്, ഫീലിംഗ്. ഇതിനെ പെയറായിട്ടാണ്. സെൻസിങ്ങും ഇൻറ്റ്യൂറ്റിങ്ങും ഒരു പെയർ, തിങ്കിങ് ആൻഡ് ഫീലിംഗ് ഒരു പെയർ. കാര്യം എന്താ വെച്ചാൽ സെൻസിങ്ങും ഇൻറ്റ്യൂറ്റിങ്ങും നോൺ റാഷണൽ ഫങ്ഷൻസാണ്. അവിടെ നമ്മൾ പ്രത്യേകിച്ച് റീസണിങ് ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്തെങ്കിലും ഒരു സ്റ്റിമുലായി വരുമ്പോൾ നമ്മളത് സെൻസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ നമുക്ക് തോന്നലാണ്. അപ്പോൾ അവിടെ റീസണിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല. പക്ഷേ തിങ്കിങ് ആൻഡ് ഫീലിംഗ് ആ പെയർ റാഷണൽ ഫങ്ഷൻസാണ്. കാര്യം എന്താ വെച്ചാൽ അവിടെ നമ്മൾ ഒരു കാര്യം ആലോചിച്ചെടുക്കണം, ഒരു കാര്യം ഫീൽ ചെയ്തെടുക്കണം. അതിന് നമുക്കൊരു റീസണിങ് എഫക്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് അത് റാഷണലും
സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂട്ടിങ് നോൺ റാഷണൽ സൈക്കോളജിക്കൽ ഫങ്ഷൻസും ആണ്. അതുമാത്രമല്ല, സെൻസിങ് ആൻഡ് ഇൻറ്റ്യൂട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ആ സെൻസ് ചെയ്യുന്ന സംഭവത്തിനെ നമ്മൾ ഓവറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നൊന്നുമില്ല. നമ്മളതിനെ കാണുന്നു, നമ്മളത് സെൻസ് ചെയ്യുന്നു. അതേസമയം തിങ്കിങ് ആൻഡ് ഫീലിങ്ങിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇപ്പോൾ ഫീലിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടാൽ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. നമുക്കത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ, അത് നല്ലതാണോ അല്ലേ, അതൊക്കെ കൊണ്ടാണ് റാഷണൽ, നോൺ റാഷണൽ അല്ലെങ്കിൽ ഇറാഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ആറ്റിറ്റ്യൂഡ് പറഞ്ഞു, സൈക്കോളജിക്കൽ ഫങ്ഷൻ പറഞ്ഞു. അടുത്ത് വരുന്നതാണ് സൈക്കോളജിക്കൽ ടൈപ്സ്. അത് ഈ നേരത്തെ പറഞ്ഞ ആറ്റിറ്റ്യൂഡ്സ് എന്താണ്? എക്സ്ട്രോവേർട്സ്, ഇൻട്രോവേർട്സ്. പിന്നെ സൈക്കോളജിക്കൽ ഫങ്ഷൻ അത് പറഞ്ഞ് 4 ആറ്റിറ്റ്യൂഡ്സും സൈക്കോളജിക്കൽ ഫങ്ഷൻസും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ വരുമ്പോഴാണ് സൈക്കോളജിക്കൽ ടൈപ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 2 ആറ്റിറ്റ്യൂഡ്, 4 സൈക്കോളജിക്കൽ ഫങ്ഷൻ, അതിൻ്റെ ഇൻറ്ററാക്ഷൻ കൊണ്ട് നമുക്ക് എത്ര സൈക്കോളജിക്കൽ ടൈപ്സ് പറയാം? 8 സൈക്കോളജിക്കൽ ടൈപ്സ് പറയാം. ആദ്യത്തെ 4 എക്സ്ട്രാവേർട്ടഡ് തിങ്കിങ്, എക്സ്ട്രാവേർട്ടഡ് സെൻസിങ്, എക്സ്ട്രാവേർട്ടഡ് ഫീലിംഗ്, എക്സ്ട്രാവേർട്ടഡ് ഇൻറ്റ്യൂട്ടിങ്. അടുത്ത 4 ഇൻട്രോവേർട്ടഡ് തിങ്കിങ്, ഇൻട്രോവേർട്ടഡ് സെൻസിങ്, ഇൻട്രോവേർട്ടഡ് ഫീലിംഗ്, ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂട്ടിങ്. അപ്പോൾ ഈ ടൈപ്പുകൾ നിങ്ങൾ വേറെ എവിടെ കേട്ടിട്ടുണ്ട്? അപ്പോൾ കാൾ യുങ്ങിൻ്റെ അനലിറ്റിക്കൽ സൈക്കോളജി എന്നുള്ള തിയറി ബേസ് ചെയ്തിട്ടാണ് മയേഴ്സ് ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്നുള്ള അസസ്മെൻറ്റ് ടൂള് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. MBTI, അത് നിങ്ങൾ PG പഠിക്കുമ്പോൾ കേൾക്കും. MBTI എന്നുള്ള അസസ്മെൻറ്റ് ടൂള് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കാൾ യുങ്സ് അനലിറ്റിക്കൽ സൈക്കോളജി. പിന്നെ ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്, അത് അദ്ദേഹം പറഞ്ഞത് ഇൻഡിവിജ്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ഓഫ് സൈക്കോളജിക്കൽ ഹെൽത്താണ് ഇൻഡിവിജ്വേഷൻ. അത് എപ്പോഴാണ് നമ്മൾ ഇൻഡിവിജ്വേഷൻ അറ്റൈൻ ചെയ്യുന്നത്? നമ്മുടെ കോൺഷ്യസും അൺകോൺഷ്യസുമായിട്ടുള്ള പേഴ്സണാലിറ്റിയുടെ ഫാസറ്റ്സ്, അതായത് എല്ലാ ആസ്പെക്ട്സും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഡിവിജ്വേഷൻ നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. അപ്പം നല്ല ഇൻഡിവിജ്വേഷൻ അറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അവരൊരു സൈക്കോളജിക്കലി ഹെൽത്തി പേഴ്സൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്രയുമാണ് അപ്പോൾ കാൾ യുങ്ങിൻ്റെ അനലിറ്റിക്കൽ സൈക്കോളജി. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ഇതിലെന്തെങ്കിലും കൺസെപ്റ്റ്സിന് ക്ലാരിറ്റിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേറെ സ്പെസിഫിക് പോർഷൻസ് ക്ലാസ് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.